മാഡം ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മോൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടി സ്കൂളിൽ വെച്ചിട്ട് താഴെ വീണു. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ പല്ല് താഴെ വീണിരുന്നു. അപ്പോൾ കുട്ടികളും ടീച്ചേഴ്സ് എല്ലാവരും പേടിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു തരാമോ? ഹായ്, ഡോക്ടർ സെൻറ്റിയാണ്. ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു കുട്ടി താഴെ വീണു, അപ്പോൾ പല്ല് പുറത്തേക്ക് വന്നു. നമ്മൾ എന്താ പെട്ടെന്ന് ചെയ്യണ്ടേ? മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ഇത് ഒരു ഡൗട്ടായിരിക്കും. മെയിൻലി ഒരു മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ആയിരിക്കും ഈ വീഡിയോ ഉപകാരപ്പെടുക. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റലി കുട്ടി മുഖം കുത്തി താഴെ വീഴുന്നു. പെട്ടെന്ന് ആ പല്ലതിൻ്റെ ആ ഒരു കുഴിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ചിലപ്പോൾ ആ പല്ല് പകുതി പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ആ മുകൾ ഭാഗം മാത്രം ഒടിഞ്ഞു വരാം, അല്ലെങ്കിൽ അതിൻ്റെ വേരോടെ ആ കുഴിയിൽ നിന്നും പല്ല് പുറത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനിക് ആവരുത്. ആ വീണ കുട്ടിയെ എത്രയും പെട്ടെന്ന് നോർമലാക്കി ഇരുത്തുക, സ്റ്റേബിളാക്കാൻ നോക്കുക. പെട്ടെന്ന് തന്നെ ആ പുറത്ത് വന്ന പല്ല് അതിൻ്റെ ക്രൗൺ ഭാഗം പിടിച്ച് എടുക്കുക. അതായത് ഈ ഒരു ഭാഗം ക്രൗൺ, ഈ ഒരു ഭാഗം നമ്മുടെ വേര്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ പല്ലെടുക്കാൻ ശ്രമിക്കുക. വേരിൽ നമ്മൾ തൊടാൻ പാടില്ല. കുട്ടിയുടെ പല്ലിൻ്റെ വേരുകളിൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല്ലിനെ ആ ഒരു കുഴിയിൽ പിടിച്ച് നിർത്തുന്നത് അതിന് ചുറ്റുമുള്ള ഫൈബേഴ്സാണ്. അത് ആ വേരിൽ ജീവനോടെ തന്നെ ഉണ്ടാവും, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേരിൽ തൊടാൻ പാടില്ല, മുകൾ ഭാഗത്ത് പിടിച്ച് പല്ലെടുക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് പല്ല് ആ കുട്ടിയുടെ വായിൽ തന്നെ, ആ ഒരു കുഴിക്കുള്ളിൽ തന്നെ റീഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ശ്രമിച്ചു നോക്കുക. കുട്ടി തീരെ കോപ്പറേറ്റീവ് അല്ല, കുട്ടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദന്താശുപത്രിയിലേക്ക് കുട്ടീനെ എത്തിക്കുക. പരമാവധി സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് കുട്ടീനെ എത്തിക്കുക, കുട്ടീനെയും പല്ലിനെയും എത്തിക്കുക. ഇനി നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് എങ്ങനെയാണ് നിങ്ങൾ ആ പല്ല് സംരക്ഷിക്കേണ്ടത്? ഒരിക്കലും ആ പല്ല് നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ അത് ഡ്രൈ ആയി സംരക്ഷിക്കാനോ പാടില്ല. അത് വൃത്തിയാക്കട്ടെ, അത് നിറച്ച് പൊടിയാണ്, അതിൽ ഞാനൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് വെച്ചിട്ട് അത് സോപ്പിട്ട് ഉരയ്ക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ജസ്റ്റ് ടാപ്പ് വെള്ളത്തിലൊന്ന് കഴുകുക. അതും അതിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചുകൊണ്ട് മാത്രം ജസ്റ്റ് ടാപ്പ് വെള്ളത്തിലൊന്ന് കാണിക്കുക. അതല്ലെങ്കിൽ കുട്ടിയുടെ നാവിൻ്റെ അടിയിൽ തന്നെ സംരക്ഷിക്കുക. കവിളിൻ്റെ സൈഡിൽ, കുട്ടിയുടെ കവിളിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത പാലിൽ ഇട്ടിട്ട് പല്ല് നമുക്ക് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് സലൈൻ സൊല്യൂഷൻ. ഈ സലൈൻ വാങ്ങിക്കുക, അതിൽ പല്ലിട്ട് വയ്ക്കുക, എന്നിട്ട് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരിക. ഇതൊന്നും തീരെ സാധ്യമല്ലെങ്കിൽ മാത്രം ടാപ്പ് വെള്ളത്തിലിടാൻ ശ്രമിക്കുക. അതൊരു അഡ്വൈസ്ഡ് ഓപ്ഷൻ അല്ല. പരമാവധി സലൈനിലെങ്കിലും ഇട്ടിട്ട് വേണം ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാൻ. അതല്ലാണ്ട് നമുക്ക് സേവ് എ ടൂത്ത് സൊല്യൂഷൻ എന്ന് പറയുന്നൊരു സൊല്യൂഷൻ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇത്തരത്തിൽ പല്ലുകൾ വരുമ്പോൾ ഇടാവുന്ന ഒരു സൊല്യൂഷനാണ്. അതൊന്നും തീരെ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റൊരു ഓപ്ഷനിലേക്ക് പോവുക. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വരുവാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അധികം താമസിക്കാതെ മാക്സിമം ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ കുട്ടീനെ ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് എത്തിക്കുക. ബാക്കി ഡെൻറ്റിസ്റ്റ് നോക്കിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കുട്ടീനെ സ്റ്റേബിളാക്കുക, പല്ല് സംരക്ഷിക്കുക, പല്ലിൻ്റെ ആ ഒരു ഫൈബേഴ്സ് നഷ്ടപ്പെടാതെ പല്ലിനെ എത്രയും പെട്ടെന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. താങ്ക് യു.